ട്യൂബൽ റീകാനലൈസേഷന് തയ്യാറെടുക്കുന്ന കപ്പിളാണോ നിങ്ങൾ? എന്നാൽ നിങ്ങൾ ഈ റീൽ ഡീറ്റെയിൽഡ് ആയിട്ട് കേട്ട് മനസ്സിലാക്കണം. പ്രസവം നിർത്തിയതിന് ശേഷം നാച്ചുറൽ ആയിട്ട് ഒരു കുട്ടിയും കൂടെ ആഗ്രഹിക്കുന്ന കപ്പിൾസ് ആണ് ട്യൂബൽ റീകാനലൈസേഷന് തയ്യാറെടുക്കുന്നത്. നേരത്തെ മുറിച്ച് വേർപെടുത്തിയ ട്യൂബ്സിനെ തുന്നിക്കൂട്ടാനുള്ള ഒരു പ്രൊസീജിയറാണിത്. ഈ പ്രൊസീജിയറിനെ കുറിച്ച് 5 പ്രധാന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. 1. ഹസ്ബൻഡിന്റെ സെമൻ അനാലിസിസ് ചെയ്ത് നോർമൽ ആണ് ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ ഈ പ്രൊസീജിയറിന് തയ്യാറെടുക്കാൻ പാടുള്ളൂ. എന്നാലേ നാച്ചുറൽ കൺസെപ്ഷൻ പോസിബിൾ ആയിരിക്കും. 2. പ്രസവം നിർത്താൻ ഉപയോഗിച്ച പ്രൊസീജിയറിൽ ട്യൂബിന് എത്രത്തോളം ഡാമേജ് വന്നു അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഈ ട്യൂബൽ റീകാനലൈസേഷന്റെ സക്സസ്. 3. ട്യൂബൽ റീകാനലൈസേഷനിൽ ട്യൂബ്സ് തുന്നിക്കൂട്ടി ചേർത്ത് കഴിഞ്ഞാൽ നമുക്കതിന്റെ ഫിസിക്കൽ കണ്ടിന്യൂറ്റി ഉറപ്പുവരുത്താം. പക്ഷെ അതിന്റെ ഫങ്ഷണൽ സ്റ്റേറ്റസ് ഒരിക്കലും 100% നമുക്ക് ഉറപ്പുവരുത്താൻ പറ്റില്ല. 4. ട്യൂബൽ റീകാനലൈസേഷൻ പ്രൊസീജിയർ കഴിഞ്ഞാലും ഗർഭാശയതര ഗർഭം അഥവാ എക്ടോപിക് പ്രഗ്നൻസിന്റെ ചെറിയൊരു ചാൻസ് ഉണ്ട്. 5. ഇതെല്ലാം മറികടന്നാൽ നിങ്ങൾക്കൊരു സക്സസ്ഫുൾ പ്രഗ്നൻസി കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട്. പല പഠനങ്ങൾ പറയുന്നത് ഇതിന്റെ സാധ്യത 40 തൊട്ട് 80% വരെയാണ്. അപ്പോൾ ട്യൂബൽ റീകാനലൈസേഷന് ഒരുങ്ങുന്ന കപ്പിൾസ് ഈ ക്രൈറ്റീരിയ എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങളുടെ ഡോക്ടറിന്റെ കൂടെ ചർച്ച ചെയ്തിട്ട് മാത്രമേ പ്രൊസീജിയറിന് തയ്യാറാവാൻ പാടുള്ളൂ.